പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് സയൻസിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ക്യൂരിയോസിറ്റി. ആർക്കൊക്കെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്? ഇല്ലെങ്കിൽ സാരമില്ല, നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളൊക്കെ വളരെ ക്യൂരിയസ് ആണോ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാനായിട്ട്? ക്യൂരിയോസിറ്റി എന്ന പേര് വളരെ സ്യൂട്ടബിൾ ആണ് അല്ലേ? ഒരു സയൻസ് ടെക്സ്റ്റ് ബുക്കിന് പറ്റിയ പേരാണ്. ഓക്കെ ഓക്കെ, നമുക്കപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ എവർ ഇവോൾവിംഗ് വേൾഡ് ഓഫ് സയൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. എന്താണ് ഇതിന്റെ അർത്ഥം? നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഓരോ നമ്മൾ സയൻസ് പഠിക്കുമ്പോഴും നമുക്ക് എന്താണ്, നമ്മൾ ക്യൂരിയസ് ആണല്ലേ. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് എപ്പോഴും അത്ഭുതമാണ്. അങ്ങനെയുള്ള ഒരു അത്ഭുതമാണ് സയൻസ് എന്ന് പറയുന്നത്. അതിങ്ങനെ എപ്പോഴും ഒരുപോലെയല്ല, എപ്പോഴും ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഈ ചാപ്റ്റർ ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ ആണ് കേട്ടോ. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഗ്രേഡ് 6 ഇതേ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ആണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദിസ് അഗെയിൻ ഈസ് നോട്ട് ജസ്റ്റ് എ ടെക്സ്റ്റ് ബുക്ക് വിത്ത് ഫാക്ട്സ്. ഇറ്റ് ഇസ് ആൻ ഇൻവിറ്റേഷൻ ടു question, to perform experiment and to explore as we try to understand the beautiful world we live in. എന്താണ് ഇതിനകത്ത് പറയുന്നത്? ഇതിനകത്ത് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ടെക്സ്റ്റ് ബുക്ക്. ഇതൊരു വെറുതെ ഒരു ചുമ്മാ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല ഇത്. ഇതെന്താണ്? നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ്? നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനും, അതുപോലെ ഒരുപാട് എക്സ്പെരിമെന്റുകൾ ചെയ്യാനും, നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങൾക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ് ഈ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് പറയുന്നത്. The world of science covers everything, small and large, near and far. We may be looking at the tiny cell inside a leaf or the movement of the sun and stars. എന്താ പറയുന്നത്? നമ്മുടെ വേൾഡ് ഓഫ് സയൻസ് എന്ന് പറയുന്നത് എല്ലാം കവർ ചെയ്യുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്? ചെറുതും വലുതുമായതും അടുത്തുള്ളതും ദൂരെയുള്ളതും അങ്ങനെ എല്ലാ കാര്യങ്ങളും. നമുക്കറിയാം, ഏറ്റവും ചെറിയ ഇതാണല്ലേ സെൽസ് എന്ന് പറയുന്നത്. ആ സെല്ല് തൊട്ട്, ഒരു ഇലയിലെ സൂക്ഷ്മമായ ഒരു സെല്ല് തൊട്ട് സൂര്യനെയും നക്ഷത്രങ്ങളും അതിൻ്റെ ദൂരത്തെക്കുറിച്ചും ചലനങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ എന്തിൽ പഠിക്കുന്നുണ്ട്? സയൻസിൽ പഠിക്കുന്നുണ്ട് അല്ലേ. We may be testing out the material around us at home or discussing how water flows underground. നിങ്ങൾ നമ്മുടെ വീടിന് ചുറ്റുമുള്ള വസ്തുക്കളൊക്കെ പരീക്ഷിക്കുന്നില്ലേ? എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാറില്ലേ? അല്ലെങ്കിൽ വെള്ളം എങ്ങനെയാണ് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നതെന്ന് ചർച്ച ചെയ്തിട്ടില്ലേ? ഇതെല്ലാം എന്താണ്? ഇതിനെല്ലാം സയൻസിൽ ഉത്തരങ്ങളുണ്ട് അല്ലേ. ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യവും ഇങ്ങനെ വികസിപ്പിച്ചെടുക്കുകയാണ് അല്ലേ. നമ്മളിങ്ങനെ ഓരോന്നിലും വളരെയധികം ക്യൂരിയസ് ആണ്. ഒരു അഡ്വഞ്ചർ ആണ് സത്യത്തിൽ സയൻസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ടെക്സ്റ്റ് പറയുന്നത്. ഈ ടെക്സ്റ്റ് എന്താണ് പറയുന്നത്? ആസ് യു ഗോ ത്രൂ ദി ചാപ്റ്റർ ഇൻ ദിസ് ബുക്ക്, ഈ ചാപ്റ്ററിലൂടെ പോകുമ്പോൾ യു വിൽ സ്റ്റാർട്ട് എ ന്യൂ അഡ്വഞ്ചർ. നിങ്ങളൊരു പുതിയ അഡ്വഞ്ചറിലോട്ട് പോവാണ് അല്ലേ. നിങ്ങളുടെ തിങ്കിങ്ങും നിങ്ങളുടെ നോളജ് ഒക്കെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാണ്. അതുപോലെ തന്നെ ആൻഡ് ഹെൽപ്പ് യു ബിക്കം ആൻ എക്സ്പ്ലോറർ, മേക്കിംഗ് എ സ്മോൾ ഡിസ്കവറീസ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾ തന്നെ ഓരോന്നിങ്ങനെ കണ്ടെത്തുകയാണ്. നിങ്ങളും ഇനി ഭാവിയിൽ ഒരു സയൻറ്റിസ്റ്റ് ഒക്കെ ആയി മാറാം, നിങ്ങൾ ഇങ്ങനെ ഓരോന്നും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ. ഓക്കെ, ഈ ചാപ്റ്റർ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ടത്, എങ്ങനെയാണ് സയൻസ് പഠിക്കേണ്ടത്, എന്താണ് സയൻസ് എന്നൊക്കെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പുതിയ ടെക്സ്റ്റിലോട്ട് പോവാണ്. ബിഫോർ വി ഡൈവ് ഇൻ ടു അവർ എക്സൈറ്റിംഗ് ജേർണി, ടേക്ക് എ മൊമെന്റ് ടു ഒബ്സർവ് സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ബുക്ക്. നിങ്ങൾ നോക്കിക്കേ, ഈ പേജ് നമ്പേഴ്സ് ഒന്ന് നോക്കിക്കേ. ഈ പേജ് നമ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ബട്ടർഫ്ലൈ ഉണ്ടല്ലേ, അതുപോലെ തന്നെ ഒരു പേപ്പർ പ്ലെയിൻ്റെ പടവും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ നമ്പറിങ് കൊടുത്തിരിക്കുന്നത്. അതെന്തിനാണ്? എന്തിനാണെന്ന് വെച്ചാൽ പേപ്പർ പ്ലെയിൻ പോലെ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ ഫ്രീഡമായിട്ട് നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ പറക്കണം. എന്തിനു വേണ്ടി? പുതിയ പുതിയ അറിവുകൾക്ക് വേണ്ടി, സയൻസിൻ്റെ ഓരോ കാര്യവും പഠിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും ഇങ്ങനെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കണം. എന്തിനാണ്? ഇതൊക്കെ ഇങ്ങനെ അറിയാനായിട്ട്. മനസ്സിലായോ?
കാര്യം. Just a butterfly flutters freely and a paper plane flies into the sky. Learning takes flight when curiosity leads the way. Did you know that something as simpler as paper plane inspired real scientific exploration of flight? സാധാരണ പേപ്പർ പ്ലെയിൻ അല്ലേ, ഒരു പേപ്പർ പ്ലെയിൻ പോലും വലിയ സയന്റിഫിക് ഫ്ലൈറ്റിനുള്ള റിസർച്ചിന് വരെ എന്തായി, ഇൻസ്പയർഡ് ആയി അല്ലേ. ഫ്രം ഏർലി ഇൻവെന്റേഴ്സ് സ്റ്റഡിയിങ് ബേർഡ് വിങ്സ് ടു മോഡേൺ എഞ്ചിനീയേഴ്സ് ഡിസൈൻസ് എയർക്രാഫ്റ്റ്. എന്താണ് പറയുന്നത്, പഴയ കാലത്തിലെ ശാസ്ത്രജ്ഞർ പക്ഷികളുടെയൊക്കെ ചിറകുകൾ പഠിച്ചത് മുതൽ ഇന്നത്തെ എയർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയർമാർ വരെ ദ ഡ്രീം ഓഫ് ഫ്ലൈയിങ് സ്റ്റാർട്ടഡ് വിത്ത് സിമ്പിൾ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്. എന്താ പറഞ്ഞത്, അവര് പറക്കാനുള്ള ഒരു സ്വപ്നം ആദ്യം തന്നെ തുടങ്ങിയത് എങ്ങനെയാണ്, ഇതുപോലെയുള്ള ചെറിയ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും കൊണ്ടാണ് ആരംഭിച്ചത്. So, as you turn on each page, let your imagination take flight, exploring new ideas, discovering wonders, and reaching for the skies. എന്താണ്, അതിനാൽ ഓരോ പേജും നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങളുടെ ഇമാജിനേഷൻ ഇങ്ങനെ പറക്കട്ടെ, പുതിയ ആശയങ്ങളൊക്കെ കണ്ടെത്താനും പുതിയ അത്ഭുതങ്ങളൊക്കെ കണ്ടെത്താനും അതുപോലെ നിങ്ങൾ ആകാശത്തെ തൊടാനുമുള്ള യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറാകൂ എന്നാണ് ഈ ടെക്സ്റ്റ് പറയുന്നത്. ഇനി എന്താണ് പറയുന്നത്, exploration of course is not just about discovering new facts or learning about different things in nature. നമ്മുടെ നേച്ചറിലുള്ള ഡിഫറെൻറ്റ് തിങ്സ് അറിയുന്നതും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതും മാത്രമാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അല്ല, പിന്നെ എന്താണ് സയൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഗ്രേഡ് 6 പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് അബൌട്ട് ദ വേ ഓഫ് തിങ്കിങ് ദാറ്റ് വെൽക്കം ക്യൂരിയോസിറ്റി, ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഈസ് ഓപ്പൺ ടു unknown. In grade 7 we will try to ask deeper questions. How do things work? Why do events happen to the way they do? And what can we learn from the pattern that we see in nature? സയൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു തിങ്കിങ് പ്രോസസ്സാണ് അല്ലേ. നമുക്കിങ്ങനെ ക്യൂരിയോസിറ്റി വേണം, നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അൺനോൺ വസ്തുക്കളെ കുറിച്ച് എന്താണ് നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നിൽക്കണം, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ വസ്തുക്കളെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗ്രേഡ് 7 വരുമ്പോൾ നമ്മൾ എന്താണ്, കുറച്ച് ഡീപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ പറ്റണം. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, നേച്ചറിൽ കാണുന്ന പാറ്റേൺസ് എന്തിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള ഡീപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കണം അല്ലേ. ഇതിന് ക്ലാസ്സിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കണം. നമ്മൾ പുസ്തകം മാത്രം നോക്കാതെ നമ്മൾ എന്താണ്, പുറത്തേക്ക് പോയി ഇങ്ങനെ ഒബ്സർവ് ചെയ്യണമെന്നാണ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. വി ഷുഡ് ഡു ആക്ടിവിറ്റീസ് ആൻഡ് എക്സ്പെരിമെന്റ്. ഇത് ഫണ്ണായിട്ട് എടുക്കുക, യൂസ്ഫുൾ ആകുകയാകണം. ഇതുകൊണ്ട് എൻവയോൺമെന്റ് ആൻഡ് നമ്മുടെ അവർ വേൾഡ് എന്താണ് ബെറ്റർ ആക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സയൻസ് പഠിക്കുന്നത് വെറും ഒരു ഡിസ്കവറിക്ക് മാത്രമല്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് പ്രകൃതി എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സയൻസ് ഹെൽപ്സ് ടു സോൾവ് എക്സ്പെരിമെന്റൽ പ്രോബ്ലം ആൻഡ് മേക്സ് ദ വേൾഡ് സസ്റ്റൈനബിൾ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ഇൻ ടു ദിസ് ബുക്ക് ഫോർ നൗ. നമുക്കിനി പുസ്തകത്തിലേക്ക് വരാം. You will read about the topic in different field of science, from physics, chemistry to biology and earth sciences. നിങ്ങൾ ഈ പുസ്തകത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതുപോലെ എർത്ത് സയൻസ് തുടങ്ങി വിവിധ സയൻസ് ടോപ്പിക് പഠിക്കുന്നുണ്ട്. While they might appear as different chapter, just as we had said in grade 6, they are all interconnected. ഇവ എല്ലാം വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഗ്രേഡ് 6 പഠിച്ചതുപോലെ എല്ലാം തമ്മിൽ എന്താണ്, ഇന്റർ കണക്റ്റഡ് ആണ് അല്ലേ. എല്ലാം തമ്മിൽ എന്താണ്, ഇന്റർ കണക്റ്റഡ് ആണ്. സോ ലെറ്റ്സ് ടേക്ക് എ ക്യൂക്ക് ജേർണി ത്രൂ അവർ ബുക്ക് ഫോർ ദിസ് ഇയർ. We will start looking at the properties of material around us, mostly the things we experience but perhaps never ask question about. Why are some fruits sour? What happens when we wash haldi stain on our school uniform? നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇപ്പം നമ്മളിപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എല്ലാം പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവരെല്ലാം ഇന്റർ കണക്റ്റഡ് ആണല്ലോ അല്ലേ. അപ്പോൾ ഒരു ഏരിയയിൽ, ഇപ്പോൾ ഒരു സയന്റിഫിക് ഏരിയയിലുള്ള കാര്യങ്ങൾ മറ്റൊരു സയന്റിഫിക് ഏരിയയിൽ എന്താണ്
ചിലപ്പോൾ ഒരു ഡിസ്കവറിക്ക് കാരണമാകാം. ഓരോ കാര്യത്തിന് ഓരോ ഐഡിയയും എന്താണ് പരസ്പരം ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ തന്നെ പല കാര്യങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നു അല്ലെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കുന്നു. പക്ഷെ നമ്മൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഈ ഈ ഒരു ഫ്രൂട്ട് ഇത്ര പുളി എന്താണ്, അല്ലെങ്കിൽ ഇതെന്താണ് ഇത്ര കയ്പ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ വീഴുന്ന ഇപ്പൊ മഞ്ഞളിന്റെ കറയൊക്കെ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എന്താണ് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഇത് പോകാത്തത്, അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഇങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ആ, ഇതാണ് സയൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ എന്താണ് ഇതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്, ഈ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടീസ് നോക്കാം. വി ദെൻ മൂവ് ഓൺ ആൻഡ് പ്ലേ വിത്ത് സം ഇലക്ട്രിക് ബാറ്ററീസ്, ലാംപ്സ് ആൻഡ് വയേഴ്സ് ടു ട്രൈ ടു ഫൈൻഡ് അതർ കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, ഒരു ലാമ്പ് ഉണ്ട്, ഒരു സ്പൂണുണ്ട്, അതുപോലെ വയേഴ്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്ന എന്തിനാണ്, ഓരോ പ്രോപ്പർട്ടീസ്, ഓരോ മെറ്റീരിയൽസിന്റെയും പ്രോപ്പർട്ടീസ് നമുക്ക് അങ്ങനെ വഴി പഠിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഒരു സ്റ്റീൽ സ്പൂൺ യൂസ് ചെയ്തിട്ടില്ലേ, അപ്പൊ എന്താണ് ഇവിടെ ലൈറ്റ് കത്തുന്നു എന്ന് പറയുന്നു അല്ലേ? ലാമ്പ് എന്ത് ചെയ്യുന്നു, ഗ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റൽ ആണോ അതോ നോൺ മെറ്റൽ ആണോ? അതെ, എന്താണ്, മെറ്റൽ ആണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു, മെറ്റൽസിന്റെയും നോൺ മെറ്റലിന്റെയും പ്രോപ്പർട്ടീസ് അതുവഴി നമുക്ക് പഠിക്കാൻ പറ്റും. മെറ്റൽസ് ഒക്കെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കും. ഇനി we know from our experience that a torch battery runs out eventually and can't be used again. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ഒരു ടോർച്ച് ബാറ്ററി അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി ഇല്ലേ, ആ ബാറ്ററി തീർന്നാൽ പിന്നെ റിമോട്ട് വർക്ക് ചെയ്യുമോ? ബാറ്ററി തീർന്നാൽ പിന്നെ നമുക്കത് വർക്ക് ചെയ്യിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്താണ്, ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലേ, തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്കറിയാം. We will explore what kind of changes happen around us. Some changes can be reversed and other cannot be reversed അല്ലേ? ചില ചേഞ്ചസ് എന്താണ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്, എന്നാൽ ചിലത് എന്താണ് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബാറ്ററിയുടെ ഒക്കെ കേസ് പറഞ്ഞതുപോലെ, മനസ്സിലാവുന്നുണ്ടോ? Run out, ice melts into water, fruits ripen, rocks break into pebbles. ഇപ്പൊ പഴുത്ത ഒരു പഴത്തിനെ പിന്നെ നമുക്ക് പച്ചയാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? പക്ഷെ ഐസിനെ നമുക്ക് എന്താക്കാൻ പറ്റും, വാട്ടർ ആക്കിയിട്ട് പിന്നെയും എന്താണ് ഐസ് ആക്കാൻ പറ്റും. അപ്പൊ ചിലതൊക്കെ എന്താണ് റിവേഴ്സിബിൾ ആണ്, ചിലതൊക്കെ റിവേഴ്സിബിൾ അല്ല. What kind of changes are some of these happen faster when things are heated? ചിലതൊക്കെ പെട്ടെന്ന് നടക്കും, ചിലതൊക്കെ എന്താണ് ഹീറ്റ് കൊടുത്താൽ മാത്രമേ നടക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളും ഉണ്ട്. We will look at how heat flows, whether it is melting of an ice cubes in a glass or melting of a glaciers. ഇപ്പൊ എങ്ങനെയൊക്കെയുള്ള ഹീറ്റിംഗ് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നമുക്ക് ഐസ് ക്യൂബ് ഒന്ന് മെൽറ്റ് ആക്കണമെങ്കിൽ ഹീറ്റ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അതുപോലെയാണോ വലിയ മഞ്ഞുമലകളൊക്കെ മെൽറ്റ് ചെയ്യുന്നത്? അല്ല അല്ലേ? അപ്പോൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ, പല രീതിയിലുള്ള ഹീറ്റ് പ്രോസസ്സുകൾ, അങ്ങനെ പലതും നമുക്ക് എന്താണ് പഠിക്കേണ്ടതുണ്ട്. വാട്ടർ ഈസ് ഓഫ് കോഴ്സ് എവ്രിവെയർ അല്ലേ? വാട്ടർ എല്ലായിടത്തും ഉണ്ട്. വിത്ത് ദ ഹീറ്റ് ഫ്രം ദ സൺ ഇറ്റ് ഇവാപ്പറേറ്റ്സ് ഫ്രം ദ സീസ് ആൻഡ് ഫോൾസ് ആസ് എ റെയിൻ, പെർഹാപ്സ് ട്രിക്ലിംഗ് ഡൗൺ ഇൻ ടു ദ ഗ്രൗണ്ട് സംവെയർ ഫാർ അവേ. എന്താണ് പറയുന്നത്? വാട്ടർ എന്താണ് എല്ലായിടത്തും ഉണ്ട്. അതുപോലെ സണ്ണിൽ നിന്നുള്ള ഹീറ്റ് വരുമ്പോൾ നമ്മുടെ സീസിലും ഒക്കെ ഉള്ള എന്താണ് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ആകാശത്തേക്ക് പോകുന്നു അല്ലേ? എന്നിട്ട് എന്താണ് നമുക്ക് മഴയായിട്ട് അത് തിരിച്ചു കിട്ടുന്നു. എന്നിട്ട് അത് തിരിച്ചെങ്ങോട്ടാണ്, നമ്മുടെ ഗ്രൗണ്ടിലോട്ടാണ് തന്നെ വരുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്താണല്ലേ? ഇതാണ് സയൻസിന്റെ അത്ഭുതം. നമ്മൾ ഓരോ കാര്യങ്ങളും എന്താണ്, എന്തിനാണ് എന്നൊക്കെ അതിന്റെ പുറകെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. However, it is not just the changes in material around us that we see, or hidden changes in water. However, it is not just the changes in material around us that we see, or hidden changes in water that we do not see. ഈ ഒരു പാരഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്?
നമ്മൾ ഇപ്പൊ കാണുന്ന ഈ ഒരു മെറ്റീരിയൽസിന്റെ ചേഞ്ചസുകൾ മാത്രമല്ല അല്ലെ, നമ്മുടെ ചുറ്റുപാടുള്ള ഈ പദാർത്ഥങ്ങളുടെയൊക്കെ ചേഞ്ചസ് മാത്രമല്ല, നമ്മുടെ ശരീരം എന്താണ്, ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ചേഞ്ചസുകൾ ഉണ്ടല്ലേ നമ്മുടെ ശരീരത്തിലും. ഇപ്പൊ നമ്മുടെ ശരീരം വളരുന്നതിനോടൊപ്പം വലിയ മാറ്റങ്ങളാണല്ലേ സംഭവിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ ഇരുന്നത് പോലെയാണോ, നിങ്ങൾ LKG പഠിച്ചതുപോലെയാണോ നിങ്ങൾ ഇപ്പോൾ ഉള്ളത്? അല്ലല്ലേ, ഒരുപാട് ചേഞ്ചസുകൾ നമുക്ക് വരത്തില്ലേ. ആ അതുപോലെ തന്നെ ഇപ്പൊ ഹ്യൂമൻസിന്റെ, നോട്ട് ജസ്റ്റ് എസ് ഹ്യൂമന്റെ കാര്യം മാത്രമല്ല ഇവിടെ പറയുന്നത്. എന്താണ്, there are life process that are essential to all animals for their survival. To grow we have to eat അല്ലെ, and breathe. അതുപോലെ ബ്ലഡ് ഹാസ് ടു സർക്കുലേറ്റ് ദ ന്യൂട്രിയൻസ് ഫ്രം ദ ഫുഡ് ഓൾ ഓവർ ദ ബോഡി ആൻഡ് സോ ഓൺ. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ, നമ്മൾ എന്താണ് ആഹാരം കഴിക്കുന്നു, അതിൽ നിന്ന് നമുക്ക് എനർജി കിട്ടുന്നു, നമ്മുടെ ശരീരത്തിൽ മൊത്തം അത് എത്തുന്നു, നമ്മൾ വളരുന്നു, നമ്മൾ കഴിക്കുന്നു, ഇതെല്ലാം ഓരോ ചേഞ്ചസുകൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലെ. നമുക്ക് മാത്രമാണോ, ആനിമൽസിനും. ഇനി പ്ലാന്റ്സിന് ആഹാരം വേണ്ടേ, പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാൻ പ്ലാന്റ്സിന് ആഹാരം വേണം. അതുപോലെ അവർക്ക് എന്താണ്, ബ്രീത്ത് ചെയ്യണ്ടേ, അതെ പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യും, അവർ ജീവനുണ്ട്, അവർക്ക് വളരണമെങ്കിൽ അതുപോലെ തന്നെ അവർ ശ്വസിക്കുന്നുണ്ട് നമ്മളെപ്പോലെ തന്നെ. മനസ്സിലായോ? അവർക്ക് എങ്ങനെയാണ് ഫുഡ് കിട്ടുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോട്ടോസിന്തസിസ് വഴിയല്ലേ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇനി നമുക്ക് ടൈമിന്റെ കാര്യം നോക്കാം. വി ഓൾസോ ലേൺ അബൌട്ട് ദ ടൈം അല്ലെ. ഏർലി ഹ്യൂമൻസ് എങ്ങനെയായിരുന്നു സമയമൊക്കെ നോക്കിയിരുന്നത്, അവർ ഷാഡോ വെച്ചിട്ടായിരുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ രാവിലെ ഇപ്പൊ ഇവിടെ പറയുന്നുണ്ടോ, വി ഗെറ്റ് പ്രിപ്പയർഡ് ടു സ്കൂൾ ഇൻ ദ മോർണിംഗ് ആൻഡ് ആർ റെഡി ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്, ബട്ട് ഹാവ് യു തോട്ട് അബൌട്ട് ഹൗ വി മെഷർ ടൈം അല്ലെ. നമ്മൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ സമയം നോക്കുന്നു, നമ്മൾ ഉറങ്ങാൻ സമയം നോക്കുന്നു. നമ്മൾ എങ്ങനെയാണ് സമയം നോക്കുന്നത്, നമ്മൾ നേരെ ക്ലോക്കിൽ നോക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു, ഈ ക്ലോക്കൊന്നും ഇല്ലായിരുന്നപ്പോ എങ്ങനെയായിരുന്നു, അവര് ഷാഡോ വെച്ചിട്ടൊക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. നിങ്ങൾ ഷാഡോയിൽ കളിച്ചിട്ടുണ്ടോ? ഈ ഷാഡോയിൽ ഇങ്ങനെ കൈയൊക്കെ വെക്കുമ്പോ പല പല രൂപങ്ങൾ നമുക്ക് കിട്ടില്ലേ. അങ്ങനെ ആർക്കൊക്കെ അറിയാം, ചില കുട്ടികൾ നന്നായിട്ട് ചെയ്യും അല്ലേ. അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ, പല ഷേപ്പുകൾ ഉണ്ടാക്കാൻ അറിയാവുന്നവര്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ്, പല ടൈപ്പ് ഓഫ് ക്ലോക്കുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഇലക്ട്രിക് ക്ലോക്കുകളുണ്ട്, ഡിജിറ്റൽ വാച്ചസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇനി നമ്മൾ ഈ ഷാഡോ ഒക്കെ അല്ലെങ്കിൽ ഈ ലൈറ്റിനെ ഒക്കെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ കളിക്കാനും സമയം നോക്കാനും മാത്രമാണോ? അല്ല, എന്താണ്, നാച്ചുറലി നമുക്ക് ലൈറ്റ് ഹെൽപ്പ് സീ അല്ലേ, നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൈറ്റ് ഉള്ളത് കൊണ്ടാണ്. നമ്മൾ പല കാര്യങ്ങളും നമുക്ക് വി ഹാവ് ഡെവലപ്ഡ് എ ലോട്ട് ഓഫ് വേസ് ടു ജനറേറ്റ് ലൈറ്റ്, സോ വി ക്യാൻ റീഡ് എ ബുക്ക് അറ്റ് നൈറ്റ് ഈവൻ വെൻ സൺ ഡസൻറ്റ് ഷൈൻ. നമ്മളിപ്പോൾ നിങ്ങളത് ആലോചിച്ച് നോക്കിക്കേ, പണ്ടൊക്കെ എല്ലാവരും ആ ഒരു ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ. ഇപ്പം നമ്മൾ ലൈറ്റ് പല രീതിയിൽ ഉണ്ടാക്കുന്നു, അതുകൊണ്ടല്ലേ നമുക്ക് രാത്രിയിലൊക്കെ വായിക്കാൻ സാധിക്കുന്നത്. നമുക്ക് പല പല ടൈപ്പ് ഓഫ് ലൈറ്റുകളുണ്ട് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സയൻസ് എത്രമാത്രം ഡെവലപ്പ് ചെയ്യുകയാണെന്ന്. പണ്ട് കാലത്തിൽ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ സയൻസ് പല രീതിയിലല്ലേ ഡെവലപ്പ് ചെയ്യാന്ന് മനസ്സിലായില്ലേ. വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ സയൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ലൈറ്റിന്റെ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമുക്ക് കാണാനും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ളതാണോ? അല്ലല്ലേ, നമ്മുടെ യൂണിവേഴ്സ് മൊത്തം നമുക്ക് മനസ്സിലാകാനും ലൈറ്റിന്റെ സ്റ്റഡിയൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്കറിയാം, എർത്ത്, മൂണ്, ഇതിനൊക്കെ എന്തുണ്ട്, ഇവർക്കൊക്കെ എന്തുണ്ട്, ഷാഡോസ് ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ എക്ലിപ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അത് തന്നെ. അതുപോലെ വി ഹാവ് ഡേ ആൻഡ് നൈറ്റ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ റിസീവിങ് ലൈറ്റ് ഫ്രം ദ സൺ. അത് നമുക്കറിയാം അല്ലേ. നമ്മൾ ഡേയും നൈറ്റും എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, സണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താന്ന് നമുക്കറിയാം. പക്ഷേ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് ദിസ്, നമുക്കിതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്തറിയണം ആദ്യം തന്നെ, വി നീഡ് ടു നോ ഹൗ ദ എർത്ത് റൊട്ടേറ്റ് അറൗണ്ട് ഇറ്റ്സ് ആക്സിസ്. എങ്ങനെയാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതിന്റെ ആക്സിസിൽ എർത്ത് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്കറിയണം. ഹൗ ദ മൂൺ ഗോസ് അറൗണ്ട് ദ എർത്ത്, മൂണ് എന്താണ് എർത്തിന് ചുറ്റും എങ്ങനെയാണ് കറങ്ങുന്നതെന്ന് അറിയണം. അതുപോലെ ദ എർത്ത് അറൗണ്ട് ദ സണ്ണിന് ചുറ്റും എർത്ത് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ അറിയണം അല്ലേ. ആൻഡ് ദ കോൺസിക്വൻസ് ഓഫ് ദീസ് മൂവ്മെന്റ് ഓൺ ദ ലൈഫ് ഓൺ അവർ ബ്യൂട്ടിഫുൾ പ്ലാനറ്റ്. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ടോ? ഓക്കെ, ഇതൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, നമുക്ക് സയൻസ് അറിഞ്ഞിരിക്കണം അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇൻ ദിസ് ചാപ്റ്റർ that follows you will also make simple
simple observation and do fun experiment and dive into topic that need careful thinking. നിങ്ങൾ ഇതൊന്നും ഓർത്ത് പേടിക്കേണ്ട. ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ കാണണം. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനി അടുത്ത വരാൻ പോകുന്നതൊക്കെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട ചാപ്റ്ററുകളാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഒരുപാട് എക്സ്പെരിമെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നമുക്ക് എന്താണ്, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്, സയൻസ് എന്ന് പറയുന്നത്. നമുക്കൊക്കെ കൊച്ചു കൊച്ചു സയൻറ്റിസ്റ്റുകളാവണ്ടേ. നമുക്കറിയണ്ടേ നമ്മുടെ ഈ ലോകത്ത് എന്താണ് നടക്കുന്നത്, ഈ യൂണിവേഴ്സ് എങ്ങനെയാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ അറിയണ്ടേ. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് പഠിക്കുന്നത്. ഇനിയുള്ള ചാപ്റ്റർ എല്ലാം ഇതിനെ ഫോളോ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. ഇതൊരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ ആണ്. നമ്മൾ ഇതിനൊക്കെ ഇനി ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി പഠിക്കാൻ പോകുന്ന ചാപ്റ്ററുകളിലൊക്കെ വരുന്നത്. വളരെ എളുപ്പമാണ്. നിങ്ങൾ എപ്പോഴും ഇൻട്രസ്റ്റോടെ വേണം സയൻസ് പഠിക്കാനിരിക്കാൻ കേട്ടോ. എപ്പോഴും ഇങ്ങനെ തിങ്ക് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് സയൻസ് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററൊക്കെ പഴയ ടെക്സ്റ്റ് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് വെച്ചിട്ടുള്ളത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ. ഞാൻ അടുത്ത് തന്നെ ആ ഒരു പ്ലേലിസ്റ്റായിട്ട് ഞാൻ ഇട്ടോളാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക് യു.